seconds wait ചെയ്യാം. നമസ്കാരം, എൻ്റെ പേര് ക്ലാർമിന, അക്കാഡമിക് കൗൺസിലർ ഇഗ്നോ ആസി കൊച്ചിൻ. നമ്മൾ പഠിക്കുന്ന വിഷയം ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി PPCC 131. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ബ്ലോക്സിൽ രണ്ടാമത്തെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ ബ്ലോക്ക് പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറി. അതിനകത്ത് പെർസെപ്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലേണിങ്ങും മെമ്മറിയും, അതായത് യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. സോ യൂണിറ്റ് 3 ലേണിംഗ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ലേണിംഗ്, പഠനം എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ നേച്ചർ, അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് മനസ്സിലാക്കുക, ഇതിൻ്റെ കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. പിന്നെ കുറച്ച് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്. സോ അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ലേണിംഗ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്യാനും ഓരോ സിറ്റുവേഷനോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓർ ബിഹേവിയർ പൊട്ടൻഷ്യൽ റിസൾട്ടിങ് ഫ്രം എക്സ്പീരിയൻസ്. ഈ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ബാരൻ ആണ് 2001. ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് എന്ന് പറയുന്നു. സോ നമ്മൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ നമുക്ക് ഉറക്കം വരുന്നു, സ്ലീപ്പിംഗ് പിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള മീൽസ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ തളർച്ച വരുന്നു, രോഗങ്ങൾ വരുമ്പോഴേക്കും നമുക്കൊരു ക്ഷീണം വരുന്നു. ഇതിനെയൊന്നും നമുക്ക് ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ്. പക്ഷെ അതൊരു പെർമനന്റ് ചേഞ്ച് എന്നും പറയുന്നില്ല. റിലേറ്റീവ്ലി പെർമനന്റ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഇടക്കാലം കൊണ്ട് നമുക്ക് വന്നൊരു ശീലമാണ് മദ്യപാനമെങ്കിൽ അതിനെ നമുക്ക് മാറ്റാനും സാധിക്കും. സോ എന്തെങ്കിലും നമ്മൾ പഠിച്ചതിനെ മാറ്റി പഠിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഏജിങ് കൊണ്ട്, അതായത് നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചില ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഇപ്പോൾ ഹൈറ്റിലോ അല്ലെങ്കിൽ വെയിറ്റിലോ ഒക്കെ ചേഞ്ചസ് വരാറുണ്ട്. അതിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയാറില്ല. സോ അതാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഇതൊരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾക്ക് ഈ ലേണിംഗ് സംഭവിക്കുന്നത്. അത് ഒന്നുകിൽ നമ്മൾക്ക് തന്നെ ഉള്ള ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് നമ്മൾക്ക് വരുന്ന ചേഞ്ചസ് കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ചേഞ്ചിനെ നമുക്ക് ലേണിംഗ് എന്ന് പറയാം. സോ ഇതൊരു റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം എക്സ്പീരിയൻസ്. ഇനി ഇതിൻ്റെ ഒരു നേച്ചർ നമുക്ക് നോക്കാം. ലേണിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫാക്ട്. അതായത് എല്ലാ ക്രീച്ചേഴ്സും, നമ്മുടെ ലോകത്തിലുള്ള എന്ത് ക്രീച്ചർ ആണെങ്കിലും അതിനും ലേണിംഗ് സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലേണിംഗ് സംഭവിക്കുന്നത് മനുഷ്യരിലാണ്. രണ്ടാമത്തെ കാര്യം, ലേണിംഗ് ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ആ ലേണിംഗ് സംഭവിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് എൻ്റെ സ്വന്തം അനുഭവം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടും നമുക്ക് നമ്മളുടെ സ്വഭാവത്തിലും നമ്മളുടെ രീതികളിലും മാറ്റം വരാം. അത്തരത്തിലുള്ള ചേഞ്ചിനെ നമുക്ക് ലേണിംഗ് എന്ന് പറയാം. ആൻഡ് ലേണിംഗ് ഈസ് ഫ്രം ഓൾ സൈഡ്സ്. നമുക്ക് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കിട്ടുന്നത് മാത്രമല്ല ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്നും, നമ്മുടെ ടീച്ചേഴ്സിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും, നമ്മുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതെല്ലാം നമുക്ക് ലേണിംഗ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ് സാധിക്കും. അതുപോലെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ലേണിങ്ങിലൂടെ സംഭവിക്കുന്നത് നമ്മളുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. നമ്മൾ പണ്ടത്തെ പോലത്തെ ഒരു സ്വഭാവത്തിൽ നിന്നും രീതികളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുന്നതിനെ നമുക്ക് ലേണിംഗ് എന്ന് പറയാം. ലേണിംഗ് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടിയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പഠിക്കും തോറും നമ്മൾക്ക് പുതിയ സിറ്റുവേഷനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് ലേണിംഗ്. അതുപോലെ ഇതൊരു പ്രാക്ടീസിൽ നിന്ന് നമുക്ക് ലേണിംഗ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കാർ ഡ്രൈവിംഗ് അല്ലെങ്കിൽ
നമ്മൾ ഒരു സ്വിമ്മിങ്, അങ്ങനെ എന്ത് നമുക്ക് ആ ഒരു പ്രാക്ടീസിലൂടെ നമുക്കൊരു ബെറ്റർ ലേണിംഗ് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇതൊരു റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു റാറ്റ്, ഒരു എലി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭക്ഷണം കിട്ടേണ്ട വഴി എവിടെയാണെന്നുള്ളത് അതിന് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. സോ ഇതൊരു റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. പിന്നെ ലേണിങ്ങിലൂടെ നമുക്ക് ഗ്രോത്ത്, നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് വരുന്നു, പൊട്ടൻഷ്യലിൽ നമുക്ക് വ്യത്യാസം വരുന്നു, നമുക്കൊരു ഓവറോൾ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതെല്ലാം ലേണിങ്ങിലൂടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ലേണിംഗ് ഒരു ഡയറക്റ്റ്ലി ഒബ്സർവ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഒരു പെർഫോമൻസ് ഉണ്ടാവുന്നു, അതിനുശേഷം പെർഫോമൻസിന് മുമ്പ് ഒരവസ്ഥ ഉണ്ടാവുന്നു, പിന്നെ നമ്മൾ ലേണിങ്ങിലൂടെ ആ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നു, ആ പെർഫോമൻസിന്റെ കോൺസിക്വൻസസ്, അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം ഈ കുട്ടി പണ്ടത്തേനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ലേണിംഗ്. പിന്നെ ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ലേണിംഗ്. അപ്പൊ നേച്ചർ ഓഫ് ലേണിംഗ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അടുത്തത് ടൈപ്സ് ഓഫ് ലേണിംഗ്. പല രീതിയിലുള്ള ലേണിംഗ് ഉണ്ട്. ലൈക്ക് മോട്ടോർ ലേണിംഗ്, അതായത് നമ്മളൊരു ഫിസിക്കൽ സ്കില്ല് പഠിക്കാനായിട്ട്, ഇപ്പൊ സ്കേറ്റിംഗ്, ഡ്രൈവിംഗ്, ക്ലൈംബിംഗ്, അപ്പൊ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള പ്രാക്ടീസസ്, മോട്ടോർ സ്കിൽ അല്ലെങ്കിൽ മോട്ടോർ ഫങ്ഷൻസ് നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള ലേണിങ്ങിനെ മോട്ടോർ ലേണിംഗ് എന്നാണ് പറയുക. അടുത്തത് വെർബൽ ലേണിംഗ്, അതായത് നമ്മൾ വേർഡ്സ് ഉപയോഗിച്ചും, നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചും, ശബ്ദം ഉപയോഗിച്ചും, പിക്ചറുകൾ, പടങ്ങൾ ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിംഗ് പ്രോസസ്സിനെ നമ്മൾ വെർബൽ ലേണിംഗ് എന്ന് പറയും. അടുത്തത് കോൺസെപ്റ്റ് ലേണിംഗ്, അതായത് ഇപ്പൊ നമ്മളൊരു 4 കാലുള്ള ഒരു മൃഗം, വാലുണ്ട്, കുരയ്ക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആ പട്ടി എന്ന് പറയുന്ന ആ പട്ടിയുടെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നു. ഇത് നമ്മൾ പഠിച്ചെടുത്തതാണ്. സോ അതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, അതായത് സ്റ്റിമുലസ് തമ്മിൽ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുക, ആ ഓരോ സ്റ്റിമുലസിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് വരിക. ഇപ്പം നമ്മൾ ടീച്ചറിനോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളുടെ അച്ഛനോടോ അമ്മയോടോ നമ്മൾ പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറുക, അതുപോലെ ആയിരിക്കില്ല നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ പെരുമാറുക. അപ്പൊ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ, അപ്പൊ ആരാണോ വ്യക്തി നമ്മുടെ മുന്നിലുള്ള, ഏതാണോ സാഹചര്യം, അതനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം, അല്ലെ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ മോട്ടോർ ലേണിംഗ്, വെർബൽ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, അതാണ് 4 തരം ലേണിംഗ്. ഇനി അടുത്തത് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സിദ്ധാന്തങ്ങൾ, തിയറീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കുകയും പഠിക്കുകയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള തിയറീസ് ആണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം വരുന്നത് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇതിനെ റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്നും പാവ്ലോവിയൻ കണ്ടീഷനിങ് എന്നും പറയാറുണ്ട്. സോ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ക്ലാസിക്കൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത് ഒരു അസോസിയേഷൻ ആണ്. അതായത് നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നില്ലാതിരുന്ന ആ ഒരു ന്യൂട്രൽ ആയിരുന്ന ഒരു സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനോട് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വരുന്നതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയാം. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവും. ഇതിലൊരു എക്സാമ്പിൾ, ക്ലാസിക്കൽ കണ്ടീഷനിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ഇവാൻ പാവ്ലോവിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് വിത്ത് ഡോഗ്സ്. പട്ടിയെ ഉപയോഗിച്ചിട്ടാണ് ആ എക്സ്പെരിമെന്റ്. അപ്പം ഇതില് ഈ ഇവാൻ പാവ്ലോ എന്ന് പറയുന്നത് റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു ഫുഡ് കാണുമ്പോൾ പട്ടി എത്രത്തോളം സലൈവേറ്റ് ചെയ്യും, ആ സലൈവയുടെ അളവാണ് അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേറെ കുറച്ച് കുറച്ചുകൂടി ഒരു അറിവ്, വേറൊരു തരത്തിലേക്കുള്ള ഒരു അറിവിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതില് പട്ടി അവിടെ വരുന്നു, പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ഭക്ഷണം കാണുമ്പോൾ പട്ടി സലൈവേറ്റ് ചെയ്യുന്നു, ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് വായിൽ ആ വെള്ളം വരുന്നത് ആ ഭക്ഷണം കാണുമ്പോൾ ഉള്ള ഡോഗിന്റെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ആ ഫുഡിനോടുള്ള. അത് അടുത്ത എക്സ്പെരിമെന്റിൽ അദ്ദേഹം ചെയ്തത് ഒരു ബെല്ലടിക്കുന്നു, അത് കഴിഞ്ഞ് ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജിൽ വന്നപ്പം ബെല്ലടിച്ചു, അതിന്റെ ഒപ്പം തന്നെ ഫുഡ് കൊടുത്തു. അപ്പം ഫുഡ് വരുമ്പോഴേക്കും ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ബെല്ല് ഫുഡും ഇത് രണ്ടും ഒരുമിച്ചായിട്ട് കൊടുക്കുന്നു.
പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുന്ന കഴിയുമ്പം ഈ ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പട്ടി സലൈവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ബെല്ലെന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിരുന്നു. പിന്നെ ഈ ബെല്ലിനെ ഫുഡുമായിട്ട് ചേർത്ത് പെയർ ചെയ്ത് നമ്മൾ കൊടുത്തപ്പം ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്തിരുന്ന ഡോഗ് ഈ ബെല്ലിനോടും അതേ സെയിം റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ he then repeatedly presented the dogs with the sound of the bell first and then the food. After a few repetitions, the dog salivated when it heard the sound of the bell. ഇതാണ് അതിന്റെ പിക്ചർ. ആദ്യം ആ പിക്ചറിൽ നമുക്ക് കാണാം ഡോഗ് ഫുഡ് വരുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നു, ബെല്ല് വരുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ബെല്ലും ഫുഡും കൂടി കൂടിയിട്ട് കണ്ടിന്യൂസ് പെയറിങ് വന്നതിന് ശേഷം പിന്നെ ബെല്ല് അടിക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ഇതിനകത്ത് വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഒന്ന് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നു. സോ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ചോളം ഫുഡിനെയാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് വരുമ്പം നോർമലായിട്ട് എന്താ സംഭവിക്കുക, അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് വരും, അതായത് ഫുഡിനോട് സലൈവേറ്റ് ചെയ്യും. അപ്പോൾ അടുത്തത് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇവിടെ ബെല്ലാണ്. അപ്പോൾ ബെല്ല് ഈ കണ്ടീഷൻ സ്റ്റിമുലസ് ആദ്യം ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു, പിന്നെ അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസ്, അതായത് ഒരു സലൈവേഷൻ ആണ് വന്നത്. ഈ സലൈവേഷൻ ഇൻ റെസ്പോൺസ് ടു ബെല്ലാണ് സംഭവിക്കുന്നത്. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം ന്യൂട്രൽ ആയിരുന്ന സാധനം പിന്നെ നമ്മൾ വേറെ എന്തിനോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തിനോട് അസോസിയേറ്റ് ചെയ്യുന്ന അതിനോടുള്ള ആ ഒരു പ്രോപ്പർട്ടി ഇതിലും സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു എക്സാമ്പിളും കൂടി ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അത് ലിറ്റിൽ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റിമുലസ്, കണ്ടീഷൻ സ്റ്റിമുലസും അൺകണ്ടീഷൻ സ്റ്റിമുലസും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർ സ്റ്റിമുലസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ചില പ്രിൻസിപ്പിൾസ് കൂടി പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അക്വിസിഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമേ ഒരു ന്യൂട്രൽ ആയിട്ടിരുന്ന ആ ഒരു ബെല്ലിനോട് ആദ്യം നമ്മൾക്ക് ആ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല, പിന്നെ ആ റെസ്പോൺസ് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അക്വയർ ചെയ്യാണ് ആ ഒരു പ്രോപ്പർട്ടി. സോ അതിനെയാണ് അക്വിസിഷൻ പ്രോസസ് എന്ന് പറയുക. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ഷൻ. അതായത് ആദ്യമേ ഈ ഫുഡും ബെല്ലുമായിട്ട് പെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ചെയ്തത് പിന്നീട് ഫുഡ് കൊടുക്കാതെ ബെല്ല് മാത്രമായിട്ട് അടിച്ചു. അപ്പം ആദ്യമേ ആ ഓർമ്മയിൽ സലൈവേറ്റ് ചെയ്തിരുന്ന പട്ടി കുറച്ച് കഴിഞ്ഞപ്പം അതിന് മനസ്സിലായി ഇതിൻ്റെ കൂടെ ഭക്ഷണം ഇല്ലെന്ന് മനസ്സിലായപ്പം ആ ഒരു സലൈവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാതായി. അതിനെയാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അക്വിസിഷൻ, അടുത്തത് എക്സ്റ്റിങ്ഷൻ. പിന്നെ വരുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി. വീണ്ടും അടുത്ത സ്റ്റേജിൽ ഇദ്ദേഹം വീണ്ടും പെയർ ചെയ്ത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഡോഗ് പെട്ടെന്ന് വീണ്ടും സലൈവേറ്റ് ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റിമുലസ് ജനറലൈസേഷൻ. നാലാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഇതിൽ സംഭവിച്ചത് നമ്മൾ ഈ പട്ടി ബെല്ല് വരുമ്പോൾ സലൈവേറ്റ് ചെയ്തപ്പം ആദ്യമേ വേറൊരു ബെല്ല് വന്നപ്പോഴും പട്ടി സലൈവേറ്റ് ചെയ്തു. അപ്പോൾ ബെല്ലിൻ്റെ ആ ശബ്ദം അദ്ദേഹത്തിന് പട്ടിക്ക് ആദ്യമേ തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പം ഏതൊരു ബെല്ലടിച്ചപ്പോഴേക്കും സലൈവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഒരു പെർട്ടിക്കുലർ ബെല്ലടിച്ചാൽ മാത്രമാണ് എനിക്ക് ഫുഡ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് പട്ടി മനസ്സിലാക്കുന്ന അടുത്ത സ്റ്റേജാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം ഏത് ബെല്ല് വരുമ്പോഴാണ് ഭക്ഷണം എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ. അടുത്തത് ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഇതിൽ സംഭവിക്കുന്നത് ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, സലൈവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത പ്രോസസ്സിൽ ഇദ്ദേഹം ഈ ബെല്ലിന് മുന്നേ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്, ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നീട് അടുത്ത സ്റ്റേജ് വന്നപ്പോൾ ഈ ഫ്ലാഷിംഗ് ലൈറ്റ് വരുമ്പോഴേക്കും സലൈവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരുന്നു. സോ അപ്പോൾ അവിടെ കണ്ടീഷൻ സ്റ്റിമുലസ് 1 വരുന്നു. 1 എന്ന് പറയുന്നത് ബെല്ലാണ്, 2 എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. അപ്പം രണ്ടാമത്തെ കണ്ടീഷൻ സ്റ്റിമുലസിനോട് കൂടി റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അക്വിസിഷൻ, എക്സ്റ്റിങ്ഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഇത് എക്സ്പെരിമെന്റ്, ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിറ്റിൽ ആൽബർട്ട് ഒരു കുട്ടിയുടെ എക്സ്പെരിമെന്റ് ആണ്. അപ്പം ഇതിൽ ചെയ്തത് കുട്ടി ഒരു കുഞ്ഞാണ്, 9 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയുടെ അടുത്ത് ഒരു വളരെ ന്യൂട്രൽ ആയിട്ട് ഇരുന്ന, അതായത് കുട്ടിക്ക് ഒരു പേടിയും തോന്നാത്ത ഹാംലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് വന്നത്. റാബിറ്റിനെയും വൈറ്റ് റാറ്റിനെയും മാസ്കും ഇത്രയാണ് അടുത്ത് കൊണ്ടുവച്ചത്. അപ്പം അടുത്ത് കൊണ്ടുവച്ചപ്പോൾ കുട്ടിക്ക് ഒരു റിയാക്ഷനും ഉണ്ടായില്ല. പിന്നീട് ഈ റാറ്റിനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ആൽബർട്ട്
ഇത് എക്സ്പെരിമെന്റ് ചെയ്ത വാട്സൺ ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് അവിടെ കേൾപ്പിച്ചു. ഹാമർ വെച്ചിട്ട് അടിക്കുന്ന ഒരു സൗണ്ട് കേൾപ്പിച്ചു. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നീട് വൈറ്റ് റാറ്റിനെയും ഈ ലൗഡായിട്ടുള്ള ആ നോയ്സിനെയും തമ്മിൽ പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പിന്നെ വൈറ്റ് റാറ്റിനെ കാണുമ്പോൾ പേടിക്കാൻ തുടങ്ങി, കുട്ടി കരയാൻ തുടങ്ങി. അതുപോലെ തന്നെ കുട്ടി ഇതുമായിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇതിനോട് സാമ്യമുള്ള ബാക്കി ഫെറി ആയിട്ടുള്ള ഒബ്ജക്ട്സിനോടും അതുപോലെ വൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനോടൊക്കെ കുട്ടി പേടി കാണിക്കാൻ തുടങ്ങി. അപ്പൊ റാബിറ്റിനോടും ഫർ കോട്ടിനോടും അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ബിയേർഡ്, താടി ഒക്കെ കാണുമ്പോഴൊക്കെ കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പം ആദ്യമേ ന്യൂട്രൽ ആയിട്ടിരുന്ന ഒരു ശബ്ദമായിരുന്നു, ന്യൂട്രൽ ആയിട്ടിരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നെങ്കിൽ പിന്നെ ഈ ശബ്ദം, ഈ പേടിപ്പെടുത്തുന്ന ശബ്ദം കൂടി വന്നപ്പോൾ കുട്ടി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഭയക്കാൻ തുടങ്ങി. അപ്പൊ ഇതിൽ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്ന വൈറ്റ് റാറ്റ് ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന ആ ലൗഡ് നോയ്സ് ആണ്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ക്രൈയിങ് ആണ്. അതായത് ലൗഡ് നോയ്സ് കാണുമ്പോൾ കുട്ടി എന്തായാലും കരയും. സോ ക്രൈയിങ് ആണ് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ്. പിന്നെ കണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇവിടെ വൈറ്റ് റാറ്റ് ആണ്. കണ്ടീഷൻ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് റാറ്റിനെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ക്രൈയിങ് അല്ലെങ്കിൽ ഫിയർഫുൾ ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് ആണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ടേമാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇപ്പൊ ഇതിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കരകയറാനുള്ള കപ്പാസിറ്റി മനുഷ്യരിലാണെങ്കിലും മൃഗങ്ങളിലാണെങ്കിലും ഉണ്ടാവില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഈ തിയറിയാണ് പലപ്പോഴും നമ്മൾ ആളുകളിൽ ഡിപ്രഷനൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവേഴ്സീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇവരിൽ ഉണ്ടാവുന്നില്ല. പിന്നീട് രക്ഷപ്പെടാൻ ഉള്ള സാഹചര്യം വന്നാലും അവർക്ക് അതിനുള്ളൊരു ത്രാണി അവരിൽ കുറഞ്ഞാണ് കാണുന്നത്. ഇതാണ് അതിന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഷോക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു മാർഗം വന്നിട്ടും പട്ടി എസ്കേപ്പ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ സമയം നോ ഷോക്ക് എന്ന് പറയുന്ന അടുത്തൊരു സ്റ്റേജിൽ കാണുന്നത് അവിടെ കൺട്രോൾ എക്സ്പെരിമെന്റിൽ അവിടെ ജീവിക്കുന്ന ആ പട്ടി അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ സിറ്റുവേഷൻ വന്നപ്പം അത് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അടുത്ത തിയറി എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. അപ്പൊ ആദ്യത്തെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അടുത്തത് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ആണ്. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോ ബിഹേവിയറിനോടും നമുക്ക് ചേർന്ന് നിൽക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പണിഷ്മെന്റ്, ഇത് രണ്ടും അനുസരിച്ചാണ് നമ്മൾ പിന്നീട് ആ ബിഹേവിയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നമ്മളുടെ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് റിസർച്ച് ഫൈൻഡിങ്സ് ഓഫ് എഡ്വേർഡ് എൽ തോണ്ടൈക്ക് ആൻഡ് BF സ്കിന്നർ. ഇവർ രണ്ടുപേരുമാണ് മെയിൻ പ്രൊപ്പണൻസ് ആയിട്ട് പറയുന്നത്. സോ ഇപ്പോൾ റീഇൻഫോഴ്സ്മെന്റ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നു. അതിനോട് അസോസിയേറ്റ് ചെയ്തൊരു പണിഷ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഒരു ബിഹേവിയർ പിന്നീട് കാണിക്കാനുള്ള ടെൻഡൻസി കുറയുന്നു. ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് റാറ്റ്. ഒരു ബോക്സിൽ, സ്കിന്നർ ബോക്സിൽ റാറ്റ് ഇരിക്കുന്നു. അപ്പം ലിവർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫുഡ് കിട്ടുമെന്ന് റാറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് ലിവർ വീണ്ടും പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതിനകത്ത് കാണുന്നത്. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷന്റെ വേറൊരു പേരാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പം ഇതിലും സക്സസീവ് അപ്രോക്സിമേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു ബിഹേവിയർ നമ്മൾ പയ്യെ ആണെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് പയ്യെ നമ്മൾ പഠിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്വസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്, എക്സ്റ്റിങ്ഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ അതിനോട് ഒരു റീഇൻഫോഴ്സ്മെന്റ് ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ ഇല്ലാതായി പോവും. അതുപോലെ സ്റ്റിമുലസ് ജനറലൈസേഷൻ, ഏത് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫേവറബിൾ റെസ്പോൺസ് കിട്ടുക, ഏത് ചെയ്യുമ്പോഴാണ് കിട്ടാതെ ഇരിക്കുക, അതാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഈ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിൽ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾസ് ഇതിലും ബാധകമാണ്. ദെൻ കമ്പോണൻസ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. ഇതിൽ മെയിൻ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രൈസ് കിട്ടുക, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും അവിടെ മാറ്റി
കൊടുക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇമ്പോസിഷൻ കിട്ടാതിരിക്കും. അപ്പോൾ അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഞാൻ വീണ്ടും ക്ലാസ്സിൽ ഉത്തരം പറയും. ദെൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഉത്തരം പറഞ്ഞു കഴിയുമ്പം എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു അപ്രൂവൽ ടീച്ചർ തരുന്നു. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അവിടെ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരവസ്ഥ, അതാണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റിന്റെ കേസിൽ റിമൂവൽ ഓഫ് അൺഫേവറബിൾ ഇവന്റ്സ് ആണ് സംഭവിക്കുന്നത്. അടുത്തത് പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റിൽ പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പാങ്കിങ്, ഒരു അടി കിട്ടുക, മിസ്ബിഹേവിയർ ചെയ്യുമ്പോൾ ഒരു അടി കിട്ടുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിനെ റിമൂവ് ചെയ്യുക. മറ്റവിടെ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിനെ ആയിരുന്നു റിമൂവ് ചെയ്ത് നമുക്ക് ആ ഇമ്പോസിഷനിൽ നിന്നാണ് നമ്മൾ ഒഴിവായതെങ്കിൽ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ നിന്നാണ് നമ്മൾക്ക് ഒഴിവാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ പണിഷ്മെന്റ് സംഭവിക്കുന്നത്. സോ ടേക്കിംഗ് എവേ എ ചൈൽഡ്സ് വീഡിയോ ഗെയിം ഫോളോയിങ് ദ മിസ്ബിഹേവിയർ, അതാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. സോ പണിഷ്മെന്റും റീഇൻഫോഴ്സ്മെന്റിനും അനുസരിച്ച് നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഓപ്പറന്റ് കണ്ടീഷനിൽ പറയുന്നത്. പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിൽ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റിൽ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഒരു പെർട്ടിക്കുലർ പ്രവൃത്തി എപ്പോൾ നമ്മൾ ചെയ്താലും നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നതിനാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴാണ് ആ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത്, എപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്. അതിന് പല ഷെഡ്യൂൾസ് ഉണ്ടാവുന്നുണ്ട്, അതാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഇത്ര എണ്ണം ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ ഇത്ര വർക്ക് ഞാൻ ചെയ്താൽ എനിക്കൊരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. അതിപ്പോൾ 10 എണ്ണം ഞാൻ റെഗുലർ ആയിട്ട് 10ാമത്തേൽ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും എന്നുള്ളതാണ് ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ഞാനിത് ചെയ്താൽ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും, കൃത്യം എല്ലാ ഓരോ മണിക്കൂറിലും എനിക്ക് കിട്ടും. അതാണ് ഫിക്സഡ് ഇന്റർവെൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് തന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വേരിയബിൾ റേഷ്യോ ആണ്. അപ്പൊ 10ാമത്തേലാണോ കിട്ടുക 12ാമത്തേലാണോ കിട്ടുക എന്ന് എനിക്കറിയില്ല, പക്ഷെ കിട്ടാറുണ്ട്. അതാണ് വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ വേരിയബിൾ ഇന്റർവെൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ആ റീഇൻഫോഴ്സ്മെന്റ്, അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്. അതാണ് വേരിയബിൾ ഇന്റർവെൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിനകത്ത് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്, പിന്നെ ഫിക്സഡ് റേഷ്യോ ഇന്റർവെൽ, വേരിയബിൾ റേഷ്യോ ഇന്റർവെൽ, ഫിക്സഡ് ഇന്റർവെൽ ഷെഡ്യൂൾ, ദെൻ വേരിയബിൾ ഇന്റർവെൽ ഷെഡ്യൂൾസ്. ദെൻ ഇതിൽ വരുന്ന വേറൊരു ടേമാണ് ഷേപ്പിങ്ങും ചെയിനിങ്ങും. പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടീഷനിൽ വരുന്നതാണ് ഷേപ്പിങ്ങും ചെയിനിങ്ങും. അപ്പൊ ഷേപ്പിങ്ങിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളുടെ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് തരുന്നതിനാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ചെയിനിങ് എന്ന് പറയുന്നത് ഒടുവിൽ ഫൈനൽ ഒരു റെസ്പോൺസ്, ഫൈനൽ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മാത്രം കിട്ടുന്നതിനാണ് നമുക്ക് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷേപ്പിങ്ങും ചെയിനിങ്ങും ഈ രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു പ്രിൻസിപ്പിൾ പ്രിമാക് പ്രിൻസിപ്പിൾ. ഇത് എല്ലാ വീടുകളിലും പൊതുവെ അല്ലെങ്കിൽ കുട്ടികളിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഇത്ര സമയം പഠിച്ചാൽ 10 മിനിറ്റ് ഞാൻ നിനക്ക് കളിക്കാൻ തരാം, സമയം തരാം എന്ന് പറയുന്നത്. അപ്പം കളിക്കുക എന്നുള്ളതാണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർക്ക് എങ്കിൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് അവസരം കൊടുക്കുന്നത് കുട്ടിക്ക് കുറച്ച് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടക്കുറവുള്ളൊരു കാര്യം നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ her child developed the habit of reading. The mother tells the child that if she reads a book for 20 minutes, then she could play outside for 20 minutes. സോ അപ്പം 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിച്ചാൽ 10 മിനിറ്റ് കളിക്കാൻ തരാം എന്ന് പറയുന്ന ഒരു സ്റ്റേജിന്, ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രിമാക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കണ്ട് നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. സോ സോഷ്യൽ സെറ്റിംഗ് ലേണിംഗ് ഒക്കേഴ്സ് ഇൻ എ സോഷ്യൽ സെറ്റിംഗ് ബൈ ഒബ്സർവിങ് അതേഴ്സ്. അതാണ് അതിന്റെ വേറൊരു പേരാണ്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ടും ഒബ്സർവ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ വികേരിയസ് ലേണിംഗ് എന്നാണ് ഇതിന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പേരൻസ്, ടീച്ചേഴ്സ്, പിയേഴ്സ്, TV ആക്ടേഴ്സ്, ഫിലിം ആക്ടേഴ്സ്, സിംഗേഴ്സ്, സ്പോർട്സ് പേഴ്സൺ, ഇവരുടെ എല്ലാ ബിഹേവിയേഴ്സും കണ്ട് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ലേണിംഗ് പ്രോസസ്സിനെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. സോ ഇതിലൊരു ബോബോഡോൾ എക്സ്പെരിമെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോളിനെ അഗ്രസീവായിട്ട് ബീറ്റ് ചെയ്യുന്നത് കണ്ട കുട്ടി തിരിച്ച് അതേപോലെ തന്നെ ഒരു ഡോളിനെ കിട്ടിക്കഴിഞ്ഞപ്പം അഗ്രസീവായിട്ട് തന്നെ അതിന് ബീറ്റ് ചെയ്യുന്നു. അതുപോലെ നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡലിനെ കണ്ട കുട്ടി വളരെ പീസ്ഫുൾ ആയിട്ട് ആ ഡോള് വെച്ച് കളിക്കുന്നു. അപ്പം നമ്മൾ എന്താണോ കാണുന്നത് അതനുസരിച്ച് കുട്ടികൾ ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യുന്നതിനാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ ലേണിങ്ങിൽ വേണ്ടത് ആദ്യമേ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം, എന്താണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം, അത് ഓർമ്മയിലിരിക്കണം, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, പിന്നെ അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാവണം. സോ അറ്റൻഷൻ, റീടെൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ, ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ ലേണിങ്ങിൽ സംഭവിക്കുന്നത്. അടുത്തത് കോഗ്നേറ്റീവ് ലേണിംഗ് ആണ്. ഇതിനകത്ത് ലേറ്റന്റ് ലേണിംഗും ഇൻസൈറ്റ് ലേണിംഗ്. കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹയർ മെന്റൽ പ്രോസസ്സസ് ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ലേണിങ്ങിനെയാണ് കോഗ്നേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ 2 തരത്തിലുള്ള ലേണിംഗ് ആണ്, ലേറ്റന്റ് ലേണിംഗും ഇൻസൈറ്റ് ലേണിംഗും. സോ ലേറ്റന്റ് ലേണിംഗിൽ പറയുന്നത് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് അത് അപ്പോൾ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല, പിന്നീട് ഒരു സിറ്റുവേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ഇൻസൈറ്റ് ലേണിംഗിൽ സഡൻ ആയിട്ട് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ട്, അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മളുടെ മനസ്സിലുണ്ട്, അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ അതിനൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. സോ അതിനകത്തൊരു ചിമ്പൻസിയുടെ എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ചിമ്പൻസി ഒരു കേജിൽ ഇരിക്കുന്നുണ്ട്, അപ്പൊ പുറത്തൊരു ബനാന വെച്ചിട്ടുണ്ട്. ചിമ്പൻസിക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു റീച്ചിലല്ല ബനാന. പിന്നീട് ചിമ്പൻസി ചെയ്യുന്നത്, ആദ്യമേ കുറച്ചു നേരമൊക്കെ കളിച്ചു, അപ്പൊ നമ്മൾ ഓർക്കുന്നു ചിമ്പൻസി അത് വിട്ട് കളഞ്ഞു എന്ന് ഓർക്കുന്നു. പിന്നീട് പെട്ടെന്ന് ചിമ്പൻസി വേഗം തന്നെ 2-3 ബോക്സ് കയറ്റി വെച്ചിട്ട് അതിന്റെ മേളിൽ കയറി നിന്നിട്ട് ഈ ബനാന എടുക്കുന്നതാണ് കാണുന്നത്. സോ അപ്പം നമ്മളുടെ ഉള്ളിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്, സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മളുടെ ചിന്തയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇൻസൈറ്റ് ലേണിംഗിൽ പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ യുറേക്ക മൊമെന്റ് വരുന്നതും, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആഫ്റ്റർ സീയിങ് ദ ഫോളിംഗ് ആപ്പിൾ ബൈ ഐസക് ന്യൂട്ടൺ. ഇനി അടുത്തത് സ്ട്രാറ്റജീസ് ഇൻ ലേണിംഗ് ആണ്. എങ്ങനെയാണ് ലേണിംഗിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ആദ്യം പറയുന്നത് മെന്റൽ ഇമേജറി ആണ്. മെന്റൽ ഇമേജറിയിൽ പറയുന്നത്, നമ്മളുടെ അടുത്ത് ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര വിൻഡോസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ എണ്ണി കൃത്യം നമ്മൾ പറയല്ല, നമ്മുടെ മനസ്സ് ആ ഒരു പിക്ചറിലേക്ക് നമ്മൾ പോകാൻ ഒരു മെന്റൽ ടൂർ നമ്മൾ നടത്തുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് നമ്മൾ ഓരോ മുറിയിലേക്കും നമ്മൾ പോയി അവിടെയുള്ള വിൻഡോസ് എല്ലാം നമ്മൾ നോക്കുക. ഒരു മെന്റൽ ടൂറിനെയാണ് നമ്മൾ ഈ മെന്റൽ ഇമേജറി എന്ന് പറയുന്നത്. സോ മെന്റൽ ഇമേജറിയിലും നമ്മൾ ആ ഒരു ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ ആദ്യം വായിക്കുന്നു, അതിനുശേഷം നമ്മളൊരു മെന്റലി നമ്മൾ ആ ഒരു പിക്ചർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്തത് റിഹേഴ്സൽ ആണ്. അപ്പൊ എന്ത് നമ്മൾ പഠിക്കണമെങ്കിലും നമ്മൾ റിഹേഴ്സൽ വേണം. അതിൽ 2 രീതിയിലുള്ള റിഹേഴ്സൽ ഉണ്ട്. ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സൽ, അത് നമ്മൾ റോട്ട് ലേണിംഗ് എന്ന് പറയും. അതായത് നമ്മൾ പ്രത്യേകിച്ച് വലിയ മെമ്മറി ഒന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ വലിയ ചിന്തകൾ ഇല്ലാതെ തന്നെ നമ്മൾ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്ന അടുത്ത ഒരു ടൈപ്പ് ഓഫ് റിഹേഴ്സൽ ഉണ്ട്. ഇതിൽ നമ്മൾ ആ മീനിങ് മനസ്സിലാക്കി ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ പല ഇൻഫർമേഷനുമായിട്ടൊക്കെ നമ്മൾ ചേർന്ന് നോക്കി നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ. അപ്പോൾ ഇലാബറേറ്റീവ് റിഹേഴ്സലിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ലോങ് ടേം നമ്മളുടെ മെമ്മറിയിൽ ഇരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്കത് മെമ്മറി ലേണിംഗ് വളരെ എളുപ്പത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഡൽഹി, ഓസ്ട്രിച്ച്, ലണ്ടൻ, ലുധിയാന, യാക്ക്, ഗ്രീൻവിച്ച്, ഔൾ, ഇത്രയും ഈ ലിസ്റ്റ് നമ്മളെടുത്ത് ഓർക്കാൻ പറയുമ്പോൾ നമ്മൾക്ക് 2 കാറ്റഗറിയിലേക്കായിട്ട് തിരിക്കാം. ഇതിനകത്ത് ആനിമൽ എന്നുള്ള കാറ്റഗറിയിലേക്ക് തിരിക്കാം, സിറ്റി എന്നുള്ള കാറ്റഗറിയിലേക്ക് തിരിക്കാം. അപ്പം അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്, അതാണ് ഒരു രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ. പിന്നീട് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ പേരുകളുടെ ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കിയിട്ട് ഡോളി ഗോ എന്ന് നമ്മൾക്ക് ഒരു പേര് നമ്മൾ ഇട്ടിട്ട്, അപ്പൊ D ഫോർ ഡൽഹി, O ഫോർ ഓസ്ട്രിച്ച്, ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന പ്രോസസ്സും ഓർഗനൈസേഷനിൽ തന്നെയാണ് പെടുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ലേണിംഗ് ചാപ്റ്ററിൽ വന്നത്. ഞാനൊന്ന് കൂടി പറയാം. സോ ലേണിംഗ്
പറഞ്ഞു, പിന്നെ ലേണിങ്ങിന്റെ നേച്ചറാണ് നമ്മൾ പറഞ്ഞത്. ദെൻ തിയറീസ് ഓഫ് ലേണിംഗ് പറഞ്ഞു. തിയറീസ് ഓഫ് ലേണിംഗിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, പിന്നീട് കോഗ്നേറ്റീവ് ലേണിംഗ്, അതിനകത്ത് ലേറ്റന്റ് ലേണിംഗ്, ദെൻ ഇൻസൈറ്റ് ലേണിംഗ്, പിന്നീട് സ്ട്രാറ്റജീസ് ഇൻ ലേണിംഗ്, അതിനകത്ത് ഇമേജറി, റിഹേഴ്സൽ, ഓർഗനൈസേഷൻ. ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് 3 നമ്മൾ കവർ ചെയ്തത്. അടുത്തത് മെമ്മറി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, യൂണിറ്റ് 4. സോ യൂണിറ്റ് 4 കോൺസെപ്റ്റ് ഓഫ് മെമ്മറി ആൻഡ് ഇറ്റ്സ് നേച്ചർ, ദെൻ വേരിയസ് മോഡൽസ് ഓഫ് മെമ്മറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി, ദെൻ പ്രോസസ് ഓഫ് ഫൊർഗെറ്റിംഗ്, തിയറീസ് ഓഫ് ഫൊർഗെറ്റിംഗ്, ദെൻ സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസിങ് മെമ്മറി. ഇത്രയാണ് വരുന്ന പോയിന്റ്സ്. സോ എന്താണ് മെമ്മറി? മെമ്മറി എന്ന് പറയുന്നത് നമ്മൾക്ക് നേരത്തെ പ്രീവിയസ്ലി നമുക്ക് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഇൻഫർമേഷനെ, അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന സാധനത്തിനെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുക, അതിന് നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. സോ റിട്രീവൽ ഓഫ് പ്രീവിയസ്ലി എക്സ്പീരിയൻസ്ഡ് ഇൻഫർമേഷൻ, അപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു റിട്രീവലിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. സോ പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഇത് മൂന്നും ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ പെർസീവ് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ പഠിച്ചെടുക്കുന്നു, പഠിച്ചെടുത്തതിനെ നമ്മൾ മെമ്മറൈസ് ചെയ്തു, റീകോൾ ചെയ്തു, അങ്ങനെ ഇൻഡിവിജ്വലിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നു. സോ ലേണിംഗിൽ പറയുമ്പം ഏറ്റവും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഹെർമൻ എബിംഗ്വസ്. ഇദ്ദേഹമാണ് ഫസ്റ്റ് പേഴ്സൺ ടു സ്റ്റഡി മെമ്മറി ഇൻ എ സയന്റിഫിക് വേ. ശാസ്ത്രീയമായിട്ട് മെമ്മറിയെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പഠനം നടത്തിയത് ഹെർമൻ എബിംഗ്വസ് ആണ്. സോ മെമ്മറിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മെമ്മറി എന്ന് പറയുമ്പോൾ ഇതിൽ 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഒന്ന് എൻകോഡിങ്, 2 സ്റ്റോറേജ്, മൂന്നാമത്തത് റിട്രീവൽ. ആദ്യത്തെ എൻകോഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നത്, കണ്ട് മനസ്സിലാക്കുന്നത്, രുചിച്ച് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ആ ഇൻഫർമേഷനെ മെമ്മറി സിസ്റ്റത്തിലേക്ക് അതിൻ്റെ ഒരു ഫോമിലേക്ക് നമ്മളെ മെമ്മറി സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിനെയാണ്, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോറേജ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളുടെ ആ സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പാകത്തിന് വെക്കുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റോറേജ്. അടുത്തത് റിട്രീവൽ. അപ്പോൾ നമ്മൾക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പുറത്തേക്ക് വരുത്തി നമ്മളുടെ ഒരു അവയർനെസ്സിലേക്ക് വരുത്തി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് റിട്രീവൽ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. അപ്പം ഇതിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി ഫെയിലിയർ സംഭവിക്കും. സോ അടുത്തത് തിയറീസ് ഓർ മോഡൽസ് ഓഫ് മെമ്മറി. ഇപ്പം 3 തിയറീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, 2 ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി, മൂന്നാമത്തെ ഇന്റഗ്രേറ്റീവ് മോഡൽ വർക്കിംഗ് മെമ്മറി. ഫസ്റ്റ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. അപ്പൊ ഇതില് 3 സ്റ്റെപ്സ് ആണ് പറയുന്നത്. സോ ദിസ് മോഡൽ ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ് ടു സ്റ്റോർ ഇൻഫർമേഷൻ. അപ്പൊ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള 3 സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഷിഫ്രിനും അറ്റ്കിൻസണുമാണ്. ദെൻ 1968 ഇത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി എന്നാണ് ഇതിന് വേറൊരു പേര് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് 3 സ്റ്റോറേജ് സിസ്റ്റം ആണ് ഉള്ളത്. ഒന്ന് സെൻസറി രജിസ്റ്റർ ഓർ മെമ്മറി, ഇതാണ് ഫസ്റ്റ് വരുന്നത്. സോ ഇതില് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സെൻസറി റിസെപ്റ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു സെക്കൻഡിൽ 1-2 സെക്കൻഡ് നമ്മളുടെ ആ ഒരു ഇൻഫർമേഷൻ നിൽക്കുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ സെൻസറി രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് അറ്റൻഷൻ എന്നൊരു പ്രോസസ്സിലേക്ക് എത്തിയാൽ മാത്രമാണ് അതൊരു സ്റ്റോറേജ്, ഷോർട്ട് ടേം സ്റ്റോർ അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്ന ഒരു അടുത്ത സ്റ്റേജിലേക്ക് അത് പോകുന്നുള്ളൂ. സോ അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു ശബ്ദം കേട്ടു, നമ്മളത് വിട്ടു. അപ്പൊ ആ ശബ്ദം കേട്ടതിനോട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ, ശബ്ദം കേട്ടല്ലോ എന്താണത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്റ്റേജിലേക്ക് വരുമ്പം അത് അടുത്ത പ്രോസസ്സിലേക്ക് വരുന്നു. അപ്പൊ അറ്റൻഷൻ വന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് ഷോർട്ട് ടേം സ്റ്റോർ ഓർ മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നെത്തുന്ന ഇൻഫർമേഷൻ ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ ആ ഇൻഫർമേഷൻ നമ്മളുടെ സിസ്റ്റത്തിൽ ഇരിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് അടുത്ത സ്റ്റേജ്, അതാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് റിഹേഴ്സ് ചെയ്ത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇലാബറേറ്റീവ് റിഹേഴ്സലിലൂടെ മാത്രമാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നുള്ളൂ.
അത് എത്തണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് റിഹേഴ്സൽ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് എടുത്ത് ഈ പറഞ്ഞ പോലെ പൊടി തട്ടി എടുക്കുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് അത് ആ ലോങ് ടേം മെമ്മറിയിൽ ഇരിക്കുന്നുള്ളൂ. അപ്പം അതിന് മുന്നേ ഒരു പ്രോസസ്സ് ഉണ്ട്, ചങ്കിങ് എന്നാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറിയുടെ വേറൊരു പേരാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയും. അപ്പം നമ്മൾ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പർ നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻറോൾമെന്റ് നമ്പർ നമ്മൾ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പല രൂപത്തിൽ നമ്മൾ അത് ഓർത്തിരിക്കും. അത് നമ്മൾ ഓരോന്ന് ഇപ്പം 2000 എന്ന് പറയുമ്പോൾ അപ്പം 20001593 എന്ന് പറയുമ്പോൾ നമ്മൾ ആ 2000 എന്ന് പറയുമ്പോൾ നമ്മളത് 2000 എന്ന് പറയുന്ന അടുത്ത് 1593, അപ്പോൾ 1593 2000. അപ്പോൾ ഇങ്ങനെ രണ്ടാക്കി നമ്മൾ ആ ഇൻഫർമേഷനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇൻഫർമേഷൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സാണ് ചങ്കിങ് എന്ന് പറയുന്നത്. സോ കമ്പൈനിങ് പീസസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു ചങ്ക്സ്, ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനാണ് ചങ്കിങ് എന്ന് പറയുന്നത്. സോ അടുത്തത് വരുന്നത് ലോങ് ടേം സ്റ്റോർ. ഇപ്പോൾ ലോങ് ടേം സ്റ്റോറിൽ നമ്മൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് വളരെ നാൾ നമ്മളുടെ മനസ്സിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ, അതായത് ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർ എവർ ചിലപ്പോൾ നമ്മളുടെ ഓർമ്മയിൽ ഇരിക്കും എന്നുള്ളതാണ് ലോങ് ടേം സ്റ്റോറിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ളൊരു മെച്ചം. ഇതാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കാണിക്കുന്നത്. സോ എൻവയോൺമെന്റൽ ഇൻപുട്ട്, അപ്പോൾ സെൻസറി ഇൻപുട്ട്, ലൈറ്റ്, സൗണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളുടെ സെൻസറി മെമ്മറിയിലേക്ക് വരുന്നു. സെൻസറി മെമ്മറിയിൽ നിന്ന് അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് വരുന്നു. അറ്റൻഡ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് വരുന്നു. ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരിക്കുന്നത് ഡീകേ ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നത് ഓർമ്മയിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മെയിൻ്റനൻസ് റിഹേഴ്സലിലൂടെ നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ അത് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ദെൻ അവിടെ ഒരു ഇലാബറേറ്റീവ് റിഹേഴ്സൽ നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. ലോങ് ടേം മെമ്മറിയിലേക്ക് ചെല്ലുന്ന ഇൻഫർമേഷൻ ഇന്റർഫറൻസ് ഇല്ല എങ്കിൽ, വേറെ പുതിയതും പഴയതുമായ ഓർമ്മകൾ ഇല്ല എങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഇന്റർഫറൻസ് വരെ അല്ലെങ്കിൽ റിട്രീവൽ ഫെയിലിയർ സംഭവിച്ചാൽ അത് ലോങ് ടേം മെമ്മറിയിൽ നിന്ന് പോകുന്നു. ഈ ഒരു പ്രോസസ്സാണ് മൾട്ടി സ്റ്റോർ മോഡൽ പ്രപ്പോസ്ഡ് ബൈ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. അടുത്ത തിയറിയിൽ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ആണ് തിയറിങ് എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് നമ്മളുടെ സ്റ്റോറേജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടല്ല, എന്ത് ഇൻഫർമേഷൻ കിട്ടുമ്പോഴും നമ്മളത് എത്രത്തോളം പ്രോസസ്സ് ചെയ്യുന്നു, നമ്മുടെ തലച്ചോറിൽ അത് എത്രത്തോളം പ്രോസസ്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് അത് നമ്മളുടെ മെമ്മറി സിസ്റ്റത്തിൽ ഇരിക്കുമെന്നുള്ളതാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമുക്ക് അതിനെ ഷാലോ ആയിട്ട് പ്രോസസ്സ് ചെയ്യാം, നമുക്ക് അതിനെ ഡീപ്പായിട്ടും പ്രോസസ്സ് ചെയ്യാം. അപ്പം ഡീപ്പായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ അസോസിയേഷനും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പഴയ ഇൻഫർമേഷനും എല്ലാം ചേർത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കി വെച്ചാൽ അതിനെ നമ്മൾ ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയും. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിൽ നമ്മളുടെ ഇരിക്കും എന്നുള്ളതാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറിയിൽ പറയുന്നത്. സോ ഷാലോ പ്രോസസ്സിംഗ് രണ്ട് രീതിയിലുണ്ട്. അതിന് എക്സാമ്പിൾ പറയുന്നത് രണ്ട് രീതി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പ്രോസസ്സിങ്ങും ഫോണിമിക് പ്രോസസ്സിംഗ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഷാലോ പ്രോസസ്സിംഗ് സംഭവിക്കാം. സോ അതിനകത്ത് ഇപ്പം നമ്മളൊരു വാക്ക് കാണുകയാണ്, ഇപ്പൊ പെൻ എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് PEN, അപ്പോൾ ആ ലെറ്റേഴ്സിലേക്ക് മാത്രം ശ്രദ്ധ വരുന്നതിനാണ് സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പിയറൻസിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കും. ദെൻ ഫോണിമിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ വാക്കുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോണിമിക് പ്രോസസ്സിംഗ്. ഇതാണ് ഷാലോ പ്രോസസ്സിംഗിൽ സംഭവിക്കുന്നത്. അടുത്ത് ഡീപ്പ് പ്രോസസ്സിംഗ്. ഡീപ്പ് പ്രോസസ്സിംഗിൽ എന്ന് പറയുമ്പം അതിൻ്റെ സെമാൻറ്റിക്, അതായത് അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത സിമിലർ വേർഡ്സ് നമ്മൾ നോക്കി, ഇതിൻ്റെ ഒരു യൂസേജ് നമ്മൾ നോക്കി, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു വാക്കിനെ പറ്റി ചിന്തിച്ചാൽ, ഫോർ എക്സാമ്പിൾ പെൻ എന്ന് പറയുമ്പം ഇത് എഴുതാൻ ഉപയോഗിക്കുന്നതാണ്, ഇത് പെൻസിലല്ല, പേന വെച്ചിട്ട് മഷി അതിനകത്ത് നിറച്ചിട്ടുണ്ട്, ഈ മഷി വെച്ചിട്ടാണ് ഇത് പേന നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല എന്നുള്ളതാണ് ഡീപ്പ് പ്രോസസ്സിംഗിൽ സംഭവിക്കുന്നത്. സോ ഷാലോ പ്രോസസ്സിങ്ങും ഡീപ്പ് പ്രോസസ്സിങ്ങും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറിയിൽ പറയുന്നത്. നോക്കുക, ഇതിൽ പെൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പെർസെപ്ച്വൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്, പിന്നെ അടുത്തത് ഫോണിമിക് പ്രോസസ്സിംഗ്, അടുത്തത് വരുമ്പം ഈ ഒബ്ജക്റ്റ് എഴുതാൻ ഉപയോഗിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഷാലോ ലെവലിൽ നിന്ന് ഡീപ്പർ ലെവലിലേക്ക് പോകുന്നത്. സോ അതിനെയാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്റഗ്രേറ്റീവ് മോഡലാണ്. സോ ആദ്യത്തെ നമ്മൾ പഠിച്ചത് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ, രണ്ടാമത്തത് നമ്മൾ പഠിച്ചത് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി, മൂന്നാമത്തത് ഇന്റഗ്രേറ്റീവ് മോഡൽ. ഇതിനകത്ത് വർക്കിംഗ് മെമ്മറിയെ
ബേസ് ചെയ്ത് മാത്രമാണ് പറയുന്നത്. അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ബാഡ്ലി ആൻഡ് ഹിച്ച് ആണ്. അപ്പൊ ബാഡ്ലിയുടെ മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 4 കോമ്പോണൻസ് ആണുള്ളത്: സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആൻഡ് എപ്പിസോഡിക് ബഫർ. ഇത്രയാണ് കമ്പോണൻസ് വരുന്നത്. സോ ഇതിൽ ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വെർബൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഫോണോളജിക്കൽ ലൂപ്പിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് മനസ്സിലാക്കുക. ദെൻ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എപ്പിസോഡിക് ബഫറിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ടിടത്തു നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ കമ്പൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഏത് ഇൻഫർമേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചിന്തകളെല്ലാം വരുന്നതാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഇപ്പൊ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് തീരുമാനിക്കേണ്ടത് ഇത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണോ അതോ ഫെയ്ഡ് ചെയ്ത് ഇത് വെക്കണോ എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. സോ ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നത് വർക്കിംഗ് മെമ്മറിയിലാണ് എന്നുള്ളതാണ് ബാഡ്ലി മോഡലിൽ പറയുന്നത്. സോ ഇതാണ് 3 ബേസിക് തിയറീസ് ഓഫ് മെമ്മറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സെൻട്രൽ എക്സിക്യൂട്ടീവ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, എപ്പിസോഡിക് ബഫർ, ഫോണോളജിക്കൽ ലൂപ്പ്. ഇവിടെ നിന്നാണ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. അടുത്തത് ഡിക്ലറേറ്റീവ് മെമ്മറി ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി. ദെൻ അടുത്തത് ഇംപ്ലിസിറ്റ് മെമ്മറി. സോ എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി 2 തരത്തിലുള്ള മെമ്മറിയാണ് പറയുന്നത്. സോ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് വർക്കിംഗ് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി ആൻഡ് സെമാൻറ്റിക് മെമ്മറി. സോ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ വരുന്നത്. സോ വിച്ച് ക്യാൻ ബി കൺട്രോൾ കോൺഷ്യസ്ലി. നമുക്ക് അത് ഓർത്ത് എടുക്കണമെങ്കിലും എല്ലാം, അതുപോലെ അത് മെമ്മറിയിൽ ഇരിക്കണമെങ്കിലെല്ലാം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് എഫേർട്ട് ആൻഡ് ഇന്റൻഷൻ. ഇപ്പൊ നമ്മളത് ഓർത്ത് എടുക്കണം, അല്ലെങ്കിൽ റീകോളിംഗ് നെയിം ഓഫ് എ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫ്രണ്ടിന്റെ പേര് ഓർത്തെടുക്കാൻ നമ്മളുടെ ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് അവിടെ വരുന്നു. അതാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. സോ ഡിക്ലറേറ്റീവ് മെമ്മറി 3 തരമുണ്ട്: വർക്കിംഗ് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി ആൻഡ് സെമാൻറ്റിക് മെമ്മറി. സോ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ഇതെല്ലാം ഓർത്തെടുക്കുന്ന, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള നമ്മുടെ നോളജ് ഓർത്തിരിക്കുന്നതാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെ പേഴ്സണൽ ഈവൻസിനെ ഓർത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. സോ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ മെയിൻ ആയിട്ട് എപ്പിസോഡിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറിയാണ് വരുന്നത്. അത് കൂടാതെ വർക്കിംഗ് മെമ്മറി കൂടി വരും. വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം മെമ്മറിയാണ്. അടുത്തത് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി. അപ്പം ഇത് കോൺഷ്യസ് ആയിട്ട് വരുന്നത് അല്ല, അൺകോൺഷ്യസ് ആയിട്ട് നമ്മളിലേക്ക് എത്തുന്ന ഒരു മെമ്മറിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഒരു സ്ഥലം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഓർമ്മകൾ നമ്മൾ തേടി വരുന്നു. ഇതെല്ലാം നോൺ ഡിക്ലറേറ്റീവ്. അപ്പം നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇതിൽ പ്രൈമിങ്, കണ്ടീഷനിങ്, അതുപോലെ പ്രൊസീജിയറൽ മെമ്മറി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടാൻ അറിയുന്നതാണ്, പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കതൊന്ന് ഓർത്ത് അല്ലെങ്കിൽ അത് വീണ്ടും ഒന്ന് എടുത്ത് വീണ്ടും നമ്മളൊന്ന് പൊടി തട്ടി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് ലേണിംഗ് എ മോട്ടോർ സ്കിൽ ഈസ് സ്ലോ, ബട്ട് വൺസ് ഇറ്റ് ഈസ് വെൽ ലേൺ ഇറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക്. അതാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് മെമ്മറി. ഇത് കൂടാതെയുള്ള ചില ടൈപ്സ് ഓഫ് മെമ്മറിയാണ്. ഒന്ന് സെമാൻറ്റിക് മെമ്മറി, സെൻസറി മെമ്മറി ഞാൻ പറഞ്ഞു, എപ്പിസോഡിക് മെമ്മറി പറഞ്ഞു. അടുത്തത് വരുന്നത് ഫോൾസ് മെമ്മറി, ഫ്ലാഷ് ബാക്ക് മെമ്മറി. ഇപ്പോൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ നോളജും, ഇതെല്ലാം സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നതാണ്. ദെൻ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് മെമ്മറി. അപ്പൊ ഇവിടെ സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ എപ്പോഴും പെർസെപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. സെൻസറി രജിസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഫ്രം എൻവയോൺമെന്റ് ഫസ്റ്റ് റീച്ചസ് ദ സെൻസറി മെമ്മറി. സെൻസറി മെമ്മറിയിൽ നിന്നാണ് നമ്മളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കും അവിടെ നിന്നാണ് ലോങ് ടേം മെമ്മറിയിലേക്കും പോകുന്നതെന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് തിയറിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു എപ്പിസോഡ്സ് ഓർത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എപ്പിസോഡിക് മെമ്മറി. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മളുടെ മാത്രം പാസ്റ്റ് ഇവന്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഓർത്തെടുക്കുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ
ലൈഫ് ഇവന്റ്സ്, അത് നമ്മളുടെ മാത്രം ആയിരിക്കുന്നില്ല, പുറത്തെ വേറൊരു വ്യക്തിയുടെയാണ് ലൈഫ് ഇവന്റ്സ് ഓർത്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്, എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ. ദെൻ ഫോൾസ് മെമ്മറി, ഇത് നമ്മൾ മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണ് കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർത്തെടുക്കും, പക്ഷെ അത് ഇല്ലായിരിക്കാം. അപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ അങ്ങനെ ഓർത്തെടുത്തേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മളുടെ ചിന്തകളെ മാറ്റുന്ന, നമ്മൾ തന്നെ കബളിപ്പിക്കുന്ന ഒരു സ്റ്റേജിന്, ആ ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഫോൾസ് മെമ്മറി. സോ ഇറ്റ് ഈസ് എ മെമ്മറി ഓഫ് എൻ ഇവന്റ് ദാറ്റ് നെവർ ഹാപ്പൻഡ്. So it can be defined as a mental experience that is mistakenly taken to be veridically representation of an event from one's personal past. അടുത്തത് ഫ്ലാഷ് ബൾബ് മെമ്മറി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇവന്റ്, നമ്മൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിച്ച്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു എന്ന് പറയുമ്പം ആ സമയത്ത് ഉള്ള എല്ലാം ഒരു പിക്ചർ പോലെ, ഒരു വിഷ്വലായിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി മരിച്ച സമയം എന്ന് പറയുമ്പം ആ സമയത്ത് ഞാൻ ഇന്നെടുത്തായിരുന്നു, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. സോ അത് ആ ഒരു ഇമോഷൻ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷ്വൽ ഇമേജ് നമ്മൾ മനസ്സിൽ വെക്കുന്നതിനെയാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത്. ദെൻ ഫോംസ് ഓഫ് മെമ്മറി റിട്രീവൽ, നമുക്ക് പല രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാം, അല്ലെങ്കിൽ മെമ്മറി റിട്രീവൽ സംഭവിക്കും. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് റീകോൾ. റീകോൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രത്യേകിച്ച് ക്യൂസ് ഒന്നും ഇല്ലാതെ ഫിസിക്കൽ ആബ്സെൻസിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നതിനാണ് റീകോളിംഗ് എന്ന് പറയാം. സോ റീകോളിംഗ് നെയിം ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പെട്ടെന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ് റീകോളിംഗ്. അപ്പം അതിൽ നമുക്ക് സീരിയൽ പൊസിഷൻ എഫക്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു, അവസാനം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്നത്. അതിനെയാണ് സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് നമ്മൾ പറയും. സോ ആദ്യം പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോയിട്ടുണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കുന്നു. അവസാനം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലും ഉണ്ട്, അതും നമ്മൾ ഓർക്കുന്നു. അപ്പൊ ഇതിനിടയിൽ സംഭവിച്ചതാണ് നമ്മൾ ഫെയ്ഡ് ആവാനുള്ള ഒരു ചാൻസ്. സോ അതാണ് റീകോൾ എന്ന് പറയുന്നത്. അടുത്തത് റെക്കഗ്നീഷൻ. റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ട്, ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ട്, അതിനെ നമ്മൾ ഐഡന്റിഫൈ എടുക്കുന്നതാണ്. സോ സംവൺസ് നെയിം ബൈ സീയിങ് ദെയർ പിക്ചർ, അതാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. അടുത്തത് റീകളക്ഷൻ. റീകളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇൻഫർമേഷൻസ് നമ്മൾ ഓർത്ത് കണക്ട് ചെയ്തെടുക്കുന്നതാണ് റീകളക്ഷൻ എന്ന് പറയുന്നത്. സോ റീബിൽഡിങ് ഓർ പീസിങ് ടുഗെദർ ഓഫ് മെമ്മറി, അതാണ് റീകളക്ഷൻ. അടുത്തത് റീലേണിംഗ് ആണ്. റീലേണിംഗിൽ നമ്മൾ ഒരിക്കൽ പഠിച്ച കാര്യം നമ്മൾ വീണ്ടും പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് റീലേണിംഗ്. സോ ആദ്യം നമ്മൾ റീകോൾ, ദെൻ റെക്കഗ്നീഷൻ, റീകളക്ഷൻ, റീലേണിംഗ്. ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് മെമ്മറി റിട്രീവലിൽ പഠിക്കുന്നത്. അടുത്തത് ഫൊർഗെറ്റിംഗ് ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മളിൽ ഫൊർഗെറ്റിംഗ് അല്ലെങ്കിൽ മറവി സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സോ മറവി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇന്നബിലിറ്റി ടു റീകോൾ, നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി നമ്മൾക്ക് ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഫൊർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇന്നബിലിറ്റി ടു റീകോൾ ഓൾറെഡി എൻകോഡഡ് ആൻഡ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഫ്രം അവർ മെമ്മറി സിസ്റ്റം, ഇതിനാണ് ഫൊർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഫൊർഗെറ്റിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾ ഏറ്റവും ആദ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചത് ഹെർമൻ എബിംഗ്വസ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കർവ്, ഇദ്ദേഹത്തിന്റെ ഒരു ഇദ്ദേഹം ചെയ്ത ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു എബിംഗ്വസ് കർവ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. സോ ഇതാണ് ആ കർവ്, എബിംഗ്വസ് ഫൊർഗെറ്റിംഗ് കർവ്. അപ്പൊ ഇദ്ദേഹം പഠിച്ച ഒരു കാര്യം ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റീകോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സാധിച്ചു. 100% അത് സക്സസ് ആയിരുന്നു. അതിന് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് 58% ഇദ്ദേഹത്തിന് റിട്ടൻഷൻ പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ റിട്രീവൽ പോസിബിൾ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് 44%, ദെൻ 36% ഫോർ അറ്റ് ദ ടൈം ഓഫ് 9 hours, ദെൻ ഒരു ദിവസമായപ്പോൾ അത് 33%, പിന്നെ അത് കുറഞ്ഞു വരികയാണ്. സോ ഇലാപ്സ്ഡ് ടൈം സിൻസ് ലേണിംഗ് ആണ് താഴെ കാണിക്കുന്നത്. റീറ്റൻഷൻ അല്ലെങ്കിൽ റിട്രീവൽ ആണ് നമ്മളുടെ വൈ ആക്സിസിൽ കാണിക്കുന്നത്. സോ ഇതാണ് എബിംഗ്വസ് ഫൊർഗെറ്റിംഗ് കർവ്. അപ്പൊ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇലാബറേറ്റീവ് റിഹേഴ്സൽ നടത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നാൽ, ഇന്റർഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു ഫെയിലിയർ നമ്മളിൽ കാണാൻ സാധിക്കും. കോസസ് ഓഫ് ഫൊർഗെറ്റിംഗ്, ഒന്ന് തിയറി ഓഫ് ഇന്റർഫറൻസ് ആണ് പറയുന്നത്. കോസസ് ഓഫ് ഫൊർഗെറ്റിംഗിന്റെ കാരണങ്ങളാണ് പറയുന്നത്. സോ തിയറി ഓഫ് ഇന്റർഫറൻസിൽ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോകുന്നതിനാണ് നമ്മൾ റിട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ദെൻ
പഴയ കാര്യങ്ങൾ കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് ആവുന്നു. ഓക്കെ, സോ ഇതാണ് തിയറി ഓഫ് ഇന്റർഫറൻസിൽ പറയുന്നത്. അടുത്ത കാരണം ട്രേസ് ഡീകേ, അതായത് കുറെ കാലം നമ്മളത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ നിന്ന് അത് പോകുന്നു. സോ അതാണ് ഡിസ്യൂസ് തിയറി എന്ന് പറയുന്നത്. ഇത് ട്രേസ് ഡീകേ തിയറി എന്നും പറയും. അടുത്തത് ക്യൂ ഡിപ്പെൻഡന്റ് ഫോർഗെറ്റിംഗ് തിയറി. എനിക്ക് ഒരു ക്ലൂവും കിട്ടിയില്ല, എനിക്കത് ഓർത്തെടുക്കാനേ പറ്റില്ല, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പഠിച്ചെടുത്തേനെ എന്ന് പറയുന്നതാണ് ക്യൂ ഡിപ്പെൻഡന്റ് ഫോർഗെറ്റിംഗ് തിയറി. അടുത്തത് എൻകോഡിംഗ് ഫെയിലിയർ. ഞാനത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ പഠിച്ചില്ല, കൃത്യമായിട്ട് അത് എൻകോഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. സോ അതാണ് എൻകോഡിംഗ് ഫെയിലിയർ. അടുത്തത് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് എക്സ്പീരിയൻസസ് ഒക്കെ വരുമ്പോൾ അത് നമ്മൾ തന്നെ സ്വയം നമ്മളുടെ അൺകോൺഷ്യസ് ലെവലിൽ തന്നെ നമ്മൾ തന്നെ ആ ഓർമ്മകളെ അടക്കി വെക്കുന്ന, സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. സോ ഇറ്റ് ഈസ് എ കോൺഷ്യസ് ഫോം ഓഫ് ഫോർഗെറ്റിംഗ്. ഇതിൻ്റെ ഒരു അൺകോൺഷ്യസ് ഫോമിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുക, കോൺഷ്യസ് ഫോമിനെ നമ്മൾ സപ്രഷൻ എന്ന് പറയും. അതാണ് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. പിന്നീട് ഫോർഗെറ്റിങ്ങിന് കാരണങ്ങളായിട്ടുള്ള മറ്റ് ചില കാരണങ്ങളാണ് പറയുന്നത്. അതായത് മറവി സംഭവിക്കാനുള്ള മറ്റ് കാരണങ്ങളാണ് ആൽക്കഹോൾ. ഇപ്പം ഒരുപാട് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ മെമ്മറിയെ ബാധിക്കും. അത് ബാധിച്ചു കഴിയുമ്പോൾ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ കോർസക്കോഫ് സിൻഡ്രോം എന്നാണ് പറയുക. ദെൻ ഡിപ്രഷൻ, അതായത് നമുക്ക് വിഷാദ രോഗമുണ്ട്, ലോ മൂഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡിപ്രഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മെമ്മറിയെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ലാക്ക് ഓഫ് സ്ലീപ്പ്, നമുക്ക് കൃത്യമായിട്ട് ഉറക്കം ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ. ദെൻ ഒരുപാട് മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സെഡറ്റീവ്സ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അലർജി മെഡിക്കേഷൻസ് ഒരു തുടർച്ചയായിട്ട് നമ്മൾ കഴിച്ചാൽ ഇത് നമ്മളുടെ മറവിക്ക് ഒരു കാരണമാകാറുണ്ട്. ദെൻ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് സിറ്റുവേഷൻസ്, അത് എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് ഫോർ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ മെമ്മറിയെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പണ്ടത്തെ പോലെ ഓർമ്മ നിൽക്കുന്നില്ല, ഒരുപാട് ടെൻഷനല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ എങ്ങനെയാണ് ടെക്നിക്സ് ഫോർ ഇംപ്രൂവ് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള ടാക്ടിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. സോ ആസ് യു ലേൺ എ ന്യൂ മെറ്റീരിയൽ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ മീനിങ് ഓഫ് ദ സ്റ്റിമുലസ്. ആ സ്റ്റിമുലസിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ അതിനെ മാറ്റുന്ന അല്ലെങ്കിൽ ഇതിനെ വ്യതിചലിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും നമ്മൾ മാറി നിന്ന് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് പ്രോസസ് ഓഫ് ഫോർ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് റിട്രീവൽ പ്രോസസ്സിൽ നമ്മൾ എത്രത്തോളം നമ്മളത് റിഹേഴ്സ് ചെയ്യുന്നു, നമ്മൾ സെൽഫ് ടെസ്റ്റ് ചെയ്യുന്നു, ഞാനത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് റിട്രീവൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ മെറ്റാ മെമ്മറി, അപ്പം നമ്മൾ തന്നെ മെമ്മറീസിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നോളജ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് ഓർ പ്രാക്ടീസ്, അറ്റ് എ ടൈം എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് ഓർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ മാസ്സായിട്ട് നമ്മൾ പഠിക്കാതെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രോസസ്സ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ കുറച്ച് ന്യൂമോണിക് എയ്ഡ്സ് ഉണ്ട്, അതായത് നമുക്ക് എങ്ങനെ ആ ഓർത്തിരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മളുടെ ഓർമ്മകൾ നമ്മൾ എങ്ങനെ വെക്കാം എന്നുള്ളത്. സോ ഇതിൽ ന്യൂമോണിക് യൂസിങ് ഇമേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെത്തേഡ് ഓഫ് ലോസൈ എന്നാണ് പറയുന്നത്, ലോക്കൈ എന്നല്ല ലോസൈ എന്ന് തന്നെ വായിക്കണം. സോ ഇതിൽ സംഭവിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെമിലിയർ പ്ലേസിൽ ലൊക്കേഷൻ നമ്മൾ കാണുകയാണ്. അതായത് ചില ഇൻഫർമേഷൻസ് നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറേ ഒബ്ജക്ട്സിന്റെ പേര് നമ്മുടെ അടുത്ത് ഓർക്കാൻ പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഓരോ റൂമിലും ഈ ഒബ്ജക്ട്സ് ഇരിക്കുന്നതായിട്ട് നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ആ വാക്കുകൾ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാവും എന്നുള്ളതാണ്. സോ അതാണ് മെത്തേഡ് ഓഫ് ലോസൈ പറയുന്നത്. ദെൻ കീവേഡ് മെത്തേഡിൽ ഇപ്പൊ സ്കൗൾ എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്ക് എളുപ്പമുള്ള ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരിക. സോ ഔൾ എന്ന് പറയുന്ന വാക്ക്, അപ്പം ഈ ഔളിനെ ഓർത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്കൗൾ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും. സോ അതാണ് കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ന്യൂമോണിക് യൂസിങ് ഓർഗനൈസേഷൻ, അത് ഞാൻ പറഞ്ഞ ന്യൂമോണിക് യൂസിങ് ഇമേജസ് ആയിരുന്നു. അടുത്തത് ന്യൂമോണിക് യൂസിങ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതിൽ പറയുന്ന ആദ്യത്തെ എക്സാമ്പിൾ അല്ലെങ്കിൽ ആദ്യത്തെ എയ്ഡ് എന്ന് പറയുന്നത് ചങ്കിങ് ആണ്.
ഫോർ എക്സാമ്പിൾ ഇപ്പം 19391945 എന്ന് പറയുന്ന ഇത്രയും നമ്പേഴ്സ് ഓർത്തിരിക്കാൻ നമ്മൾക്കൊരു എളുപ്പമാർഗം 1939 1945. സോ അപ്പോൾ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1939 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു, 1945 വേൾഡ് വാർ എൻഡ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഒന്ന് ചിന്തിച്ചെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഓർമ്മയിൽ ഈ ഒരു നമ്പേഴ്സ് സൂക്ഷിക്കാൻ സാധിക്കും. സോ 1939 1945. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ചങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് ലെറ്റർ ടെക്നിക്. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള അക്രോണിംസ് എന്നാണ് പറയുക. സോ ഇപ്പൊ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അപ്പൊ ഇത്രയും വാക്കുകൾ, ഇത്രയും കളേഴ്സ് നമ്മൾ ഓർക്കാൻ എളുപ്പത്തിന് നമ്മൾ ഈ ഒരു അക്രോണിമാണ് ഉപയോഗിക്കുന്നത്. ദെൻ റൈംസ് വഴി നമുക്ക് സിമിലർ ആയിട്ട് സൗണ്ടിങ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് എല്ലാ വേർഡിലും വരുമ്പം നമുക്ക് പെട്ടെന്ന് ആ വാക്കുകളും അല്ലെങ്കിൽ ആ റൈമും ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇത് കൂടാതെ ഫോർഗെറ്റിങ്ങിനെ കുറയ്ക്കാൻ പറ്റുന്ന ചില ടാക്ടിക്സ് ആണ്, അല്ലെങ്കിൽ ചില പ്രാക്ടീസസിൽ പെടുന്നതാണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. അതും വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ഇവർ പറയുന്നില്ല, ബ്രീഫ് വെരി ലൈറ്റ് എക്സസൈസ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ അടുത്തത് ഗെറ്റ് പ്ലെന്റി ഓഫ് സ്ലീപ്പ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് നമ്മൾക്ക് വേണം എന്നാണ് പറയുന്നത് ഫോർ അവർ ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ദെൻ അടുത്തത് റിഹേഴ്സ് ഇൻഫർമേഷൻ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ അത് സേവ് ചെയ്ത് നമ്മുടെ മെമ്മറി സിസ്റ്റത്തിൽ സേവ് ചെയ്ത് ഇരിപ്പുണ്ടെന്ന് ഓർത്തിട്ട് ആ ഒരു ധൈര്യത്തിൽ ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പൊടി തട്ടി നമ്മൾ നോക്കുക. സോ അതാണ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത് കേട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കുക, നമ്മൾ തന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ വരുമ്പോൾ വലിയ സ്ട്രെയിനും സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് റിഹേഴ്സ് ഇൻഫർമേഷൻ. ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മൾ ഓർമ്മിക്കാൻ, എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു എബിലിറ്റി എല്ലാ മനുഷ്യരിലും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? യു ഷുഡ് റൈറ്റ് ഡൗൺ ദി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. അപ്പോൾ അങ്ങനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഓർത്തെടുക്കാനും എളുപ്പമുണ്ടാവും. പരീക്ഷയുടെ സമയത്താണെങ്കിലും ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെക്കാറുണ്ട് ചില കുട്ടികൾ, നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ നോട്ട്സ് മാത്രമാണ് പിന്നെ ലാസ്റ്റ് ടൈമിൽ അവരെടുത്ത് വായിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ പ്രാക്ടീസസിൽ വരുന്നത്. സോ മെമ്മറിയുടെ യൂണിറ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. സോ മെമ്മറിയുടെ യൂണിറ്റിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ദെൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മെമ്മറി. സോ മെമ്മറിയിൽ 3 സ്റ്റെപ്സ് ആണ്: എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ദെൻ തിയറീസ് ഓർ മോഡൽസ് ഓഫ് മെമ്മറിയിൽ 3 മോഡൽസ് ആണ് പറയുന്നത്: ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി, ഇൻ്റഗ്രേറ്റീവ് മോഡൽ. സോ അതിനെ നമ്മൾ വർക്കിംഗ് മെമ്മറി എന്നും പറയാറുണ്ട്. സോ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ദെൻ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറിയിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഷാലോ പ്രോസസ്സിംഗ് സംഭവിക്കുന്നു. സോ അതിൽ 2 എണ്ണമാണ്: സ്ട്രക്ചറൽ പ്രോസസ്സിംഗും ഫോണമിക് പ്രോസസ്സിംഗും. ദെൻ ഡീപ് പ്രോസസ്സിംഗിൽ സെമാൻറ്റിക് മെമ്മറി, അതിൻ്റെ മീനിങ്ങിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. സോ ഡീപ് പ്രോസസ്സിംഗിൽ വരുന്ന ഇൻഫർമേഷൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ചെല്ലുന്നു. ദെൻ ഇൻ്റഗ്രേറ്റീവ് മോഡലിൽ നമ്മൾ 4 കമ്പോണൻസ് ആണ് പറയുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഫസ്റ്റ്, ദെൻ ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന ഇൻഫർമേഷൻ. ഇത് രണ്ടും നമ്മളുടെ എപ്പിസോഡിക് ബഫറിലേക്ക് വന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒടുവിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ആ ഒരു ഡിസിഷൻ അൾട്ടിമേറ്റ്ലി എടുക്കുന്നത്. ദെൻ ഡിക്ലറേറ്റീവ് മെമ്മറി ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഇതിൽ സെമാൻറ്റിക് മെമ്മറി വരുന്നുണ്ട്, എപ്പിസോഡിക് മെമ്മറി വരുന്നുണ്ട്, വർക്കിംഗ് മെമ്മറി വരുന്നുണ്ട്. ദെൻ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ഓർ ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ പ്രൈമിംഗ്, കണ്ടീഷനിങ് ആൻഡ് മോട്ടോ or procedural memory വരുന്നു. Then types of memory: semantic memory, sensory memory, then episodic memory, autobiographical memory, false memory and flashbulb memory. Then forms of memory retrieval: recall, recognition, recollection, relearning. Then forgetting ൽ എബിംഗ്വസിന്റെ forgetting curve important ആണ്. Then causes of forgetting ൽ theory of interference വരുന്നു, trace decay theory വരുന്നു, cue dependent forgetting, encoding failure, motivated forgetting. Then other reasons: alcohol, depression, lack of sleep, medications, stress. Techniques to improve memory
മീനിങ് മനസ്സിലാക്കുക, റിട്രീവൽ പ്രോസസ്, മെറ്റാ മെമ്മറി, ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ്, ദെൻ ഫസ്റ്റ് ലെറ്റർ ടെക്നിക്, റൈംസ്, ദെൻ അത് കൂടാതെ എക്സസൈസ്, ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്, റിഹേഴ്സ് ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. സോ ഇത്രയാണ് അതർ പ്രാക്ടീസസിൽ വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മളുടെ ലേണിംഗ് ആയിരുന്നു. ലേണിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ലേണിംഗ് എന്താണ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ തിയറീസ് ഓഫ് ലേണിംഗ്, ദെൻ സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് തിയറീസ് ഓഫ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലൈഫിൽ ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീൽഡാണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. അത് എല്ലാവരും ശ്രദ്ധിച്ചത് പഠിക്കുക, ശ്രദ്ധിച്ചത് മനസ്സിലാക്കുക. ലൈഫിൽ ഓരോ ആപ്ലിക്കേഷനും വരുമ്പം ഇത് ഏത് തരത്തിലുള്ള ലേണിംഗ് ആണ് നമ്മൾ സംഭവിച്ചതെന്നുള്ളൊരു ചിന്തയും നമ്മളിൽ വരിക. അടുത്തത് മെമ്മറിയാണ്. മെമ്മറിയിൽ nature, then theories, then forgetting, then causes of forgetting, then practices that may help reduce forgetting. So കൃത്യമായിട്ട് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പഠനവും എളുപ്പമാകും. എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും നമുക്ക് കൂടുതൽ കാലം നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇന്നിപ്പോൾ അവസാനിക്കുകയാണ്. സോ താങ്ക് യു ഓൾ. താങ്ക് യു. നമസ്കാരം.